ഹലോ. ഹായ്. എവിടെ സ്ഥലം എന്നറിയാമോ? അടിമാരല്ല, അടിവാരം. മലയാറ്റൂര് ഞങ്ങൾ പോയില്ല, ഞങ്ങൾ അടിവാരത്ത് ഞങ്ങൾ തേമ്പത്ത്. ശരി. ഹലോ ഹായ്. അപ്പോൾ ഞങ്ങളിന്ന് നേരെ മലയാറ്റൂര് പോയില്ല. മലയാറ്റൂര് പോണ വഴിക്കുള്ള അടിവാരം പള്ളിയില്ലേ, എല്ലാവരും മലയാറ്റൂര് കയറി എന്നിട്ട് തിരിച്ച് വന്നിട്ട് കുളിക്കാനൊക്കെ പോകുമ്പോൾ കയറുന്ന പള്ളി, ആ പള്ളിയുടെ അവിടുത്തെ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മലയാറ്റൂര് കഴിഞ്ഞ തവണ പോയത് കാരണം മലയാറ്റൂര് പോയില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു ആവശ്യത്തിനായിട്ട് ഞങ്ങൾ പോയതിൻ്റെ ഭാഗമായിട്ട് ഈ റൂട്ട് വഴിയാണ് പോയത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പള്ളിയിൽ കയറി നേർച്ചയൊക്കെ ഇട്ട് പോന്നു. അപ്പോൾ അടിവാരം പള്ളിയിലത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ക്രിസ്ത്യാനികളുടെയൊക്കെ നോൻപിൻ്റെ സമയത്ത് നോൻപ് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക, പന്തക്കുസ്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് അടിവാരം പള്ളിയിലെ, അതായത് പുതുഞായർ എന്നൊക്കെ പറയും. ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഞാൻ ചുമ്മാ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നു, ഞങ്ങൾ നേർച്ചയൊക്കെ ഇട്ടു. പള്ളിയിലെ കിടിലൻ അല്ലേ, എന്താ പറയുക, നല്ല ഇവിടുത്തെ ആഘോഷമൊക്കെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നണം. എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചേക്കണത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് കുർബാനയൊക്കെ കൂടണമെന്നുണ്ടായിരുന്നു അല്ലേ, കുർബാനയൊക്കെ കൂടണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞേക്കണത് രാവിലെ 9 മണിക്കും പിന്നെ വൈകിട്ട് 4 മണിക്കും അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുർബാനക്ക് പെരുന്നാളിന്റെ സമയത്ത് കൊണ്ടാണോന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ആ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തിയത്. അത് കാരണം കുർബാനയൊന്നും കൂടാൻ പറ്റിയില്ല. അടിവാരം പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാറ്റൂർ മല കയറുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് അനുഗ്രഹം വാങ്ങിച്ച ശേഷമാണ് മലകയറ്റം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അത് മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചില ആൾക്കാർ ഇവിടെ പള്ളിയിൽ വന്ന് നേർച്ചിട്ടിട്ട് മല കയറി വന്ന് തിരിച്ച് പോവും. അല്ലെങ്കിൽ ചില ആൾക്കാർ മല കയറി വന്നതിന് ശേഷം ഇവിടെ പള്ളിയിൽ വന്ന് പള്ളിയുടെ അവിടെ ഒരു പെരിയാറിൻ്റെ ഒരു അരുവിയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കുളിച്ച് അതിന് ശേഷം വന്ന് പള്ളിയിൽ വന്ന് കുർബാനയും കൂടി നേർച്ചയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചില ആൾക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ആ സൈഡിൽ അവിടെ ഒരു ഷെൽട്ടർ പോലെ ഉണ്ടല്ലോ, അവിടെ കിടന്നുറങ്ങി. അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നോൻപ് സമയത്ത് നല്ല തിരക്കും അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ പ്രാർത്ഥനയും പിന്നെ മലകയറിയതിൻ്റെ ക്ഷീണവും പിന്നെ അവിടുത്തെ നേർച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് അടിപൊളിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനുള്ള അതിലെ ചെറിയൊരു വീഡിയോ കാരണം എന്നുവെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ശനിയാഴ്ച ആയിരുന്നു, ഞായറാഴ്ചയാണ് പെരുന്നാൾ തീരണത്. അതായത് പുതുഞായറിൻ്റെ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ഞായറാഴ്ച ആയിരുന്നു, ഞങ്ങൾ എത്തിയത് ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് ഇതെന്താണ് ഇതിൻ്റെ പുതുഞായറിൻ്റെ ചരിത്രം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞുതരാം. ആവശ്യമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും അല്ലേ. അതെ തന്നെ, അത് സോണി കയറിയില്ല